കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് എന്ന് പറയുന്ന RCR നമ്മളൊരു ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കേസ് ജയിക്കുവാനായിട്ട് നമ്മൾ കണ്ടെത്തേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയുന്ന പോയിന്റാണെന്ത് ഫിസിക്കൽ സെപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഭാര്യയും ഭർത്താവും കുറേ നാളുകളായി ഒരുമിച്ച് താമസിക്കുന്നില്ല എന്ന ഒരു കാര്യം നമുക്ക് തെളിയിക്കുവാനായിട്ട് സാധിക്കണം. ഒന്നിച്ച് താമസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ജോലി സംബന്ധമായി വേറൊരു സ്ഥലത്ത് ഭാര്യയോ ഭർത്താവോ താമസിക്കുന്നത് ഒരു ഫിസിക്കൽ സെപ്പറേഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ഭർത്താവ് ഭാര്യ ജോലി സംബന്ധമായി വിദേശത്ത് 2-3 വർഷക്കാലം മാറി താമസിക്കുന്നു. അത് ഒരിക്കലും ഒരു ഫിസിക്കൽ സെപ്പറേഷനായിട്ട് കാണുവാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ നിന്നും സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയി അവർ വേറൊരു സ്ഥലത്ത് താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു ഫിസിക്കൽ സെപ്പറേഷനായിട്ട് നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആയിട്ട്. രണ്ടാമതായിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻറ്റൻഷൻ ടു ഡെസേർട്ട് എന്ന് പറയും. ഈ ഇൻറ്റൻഷൻ ടു ഡെസേർട്ടിനെ പറയുന്ന മറ്റൊരു പേരാണത് ആനിമസ് ഡെസറൻറ്റി എന്ന പേരിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അതായത് ദ ഡെസേർട്ടിംഗ് സ്പൗസ് ഹാസ് നോ ഇൻറ്റൻഷൻ ടു റെസ്യൂം കോഹാബിറ്റേഷൻ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയും പിന്നീട് തിരിച്ച് ഒരിക്കലും ആ ഒരു ബന്ധത്തിലേക്ക് വന്നു ചേരുവാനായിട്ട് യാതൊരു വിധത്തിലുള്ള താല്പര്യമോ അല്ലെങ്കിൽ ഇൻറ്റൻഷനും കാണിക്കാതെ ഇരിക്കുന്നു എന്ന് പ്രൂവ് ചെയ്താലാണ് ഈ ഒരു കേസ് നമുക്ക് കൃത്യമായി കോടതിയിൽ പ്രസൻറ്റ് ചെയ്ത് RCR ഈ പറയുന്ന ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ അനുകൂലമാക്കി മാറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫിസിക്കൽ സെപ്പറേഷൻ നമുക്ക് എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇൻറ്റൻഷൻ ടു ഡെസേർട്ട് അല്ലെങ്കിൽ ആനിമസ് ഡെസറൻറ്റി എന്നുള്ള സംഗതി പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. കാരണം സുപ്രീം കോടതി ഒരു വിധിയിൽ പറഞ്ഞിട്ടുണ്ട്, ഭാര്യയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ഭാര്യയുടെ സ്വന്തം വീട്ടിൽ പോയി താമസിക്കാം, വിരോധമില്ല. എപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യയ്ക്ക് ഒരു വിധത്തിലും താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശാരീരികമോ മാനസികവുമായിട്ടുള്ള പീഡനങ്ങളോ അല്ലെങ്കിൽ ഗാർഹിക പീഡന പ്രകാരമുള്ള കാര്യങ്ങളോ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോയി താമസിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോയി താമസിച്ചു എന്നുള്ളതല്ല പ്രശ്നം. ആ പോയി താമസിക്കുന്നത് എന്താണ്, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണ് എന്ന് പ്രൂവ് ചെയ്താലാണ് കേസ് നമുക്ക് വിജയിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു സുപ്രീം കോടതി വിധി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ബോത്ത് ഫിസിക്കൽ സെപ്പറേഷൻ ആൻഡ് ദ ഇൻറ്റൻഷൻ ടു ഡെസേർട്ട് ആർ എസെൻഷ്യൽ ടു പ്രൂവ് ഡെസേർഷൻ എന്നാണ് പറയുന്നത്. മോട്ടീവ് അല്ല പറയുന്നത്, ഇൻറ്റൻഷൻ എന്നുള്ള വാക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ കേസിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ നിങ്ങൾ വേർപെട്ട് പോകാനായിട്ടുള്ള ഇൻറ്റൻഷൻ ഉണ്ട് എന്ന് തെളിഞ്ഞാൽ മാത്രമാണ് RCR നമുക്ക് അനുകൂലമായിട്ട് മാറുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ട തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഒരു സിംഗിൾ ഇൻസിഡൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു സീരീസ് ഓഫ് ഇൻസിഡൻ്റ് ആണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയില്ലേ? സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.